ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡ് പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. നല്ലൊരു ചെമ്മീൻ അച്ചാറിൻ്റെ റെസിപ്പിയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. ഇതൊരു റിക്വസ്റ്റഡ് വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ പിക്കിൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഒരു തൊട്ടുകൂട്ടാൻ മാത്രമാണ്. പക്ഷേ ഇതങ്ങനെയല്ല, ഇത് മാത്രം വെച്ചിട്ട് നമുക്ക് ഒരു പാത്രം ചോറുണ്ണാം. അതാണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. അപ്പോൾ ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന് നിങ്ങൾക്കൂടെ ഞാൻ ഷെയർ ചെയ്യാം. വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. തൊട്ടടുത്ത് വന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. ശരി, താമസിക്കേണ്ട, നമുക്ക് വീഡിയോ കാണാം. അപ്പോൾ അച്ചാറിടാൻ വേണ്ടിയിട്ട് ഞാൻ 1 കിലോ ചെമ്മീൻ നന്നായിട്ട് കഴുകി അതിൻ്റെ മേലെയുള്ള ഞരമ്പൊക്കെ കളഞ്ഞ് നന്നായിട്ട് വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ കൂടുതൽ ക്വാണ്ടിറ്റി ആകുമ്പോൾ നമുക്ക് കുറച്ച് നാൾ വെച്ചേക്കാമല്ലോ, അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ എടുത്തത്. അപ്പോൾ ആവശ്യത്തിന് നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഒരു 1.5 ടീസ്പൂൺ കുരുമുളക് പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ തന്നെ ഇനി നമുക്ക് 1.5 ടീസ്പൂൺ ലെമൺ ജ്യൂസ് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ അതിൻ്റെ ഒരു എക്സ്ട്രാക്റ്റ് നല്ല ടേസ്റ്റ് കൂട്ടും ഇതിന്. ഇനി നമുക്ക് മുളക് പൊടി ആഡ് ചെയ്യാം. മുളക് പൊടി ഒരു 2 ടേബിൾ സ്പൂണോളം വേണം. അത് കൂടുതലായാലും കുഴപ്പമില്ല, പക്ഷേ കാശ്മീരി ചില്ലി പൗഡർ ആണെങ്കിൽ നമുക്ക് കൂടുതൽ ചേർക്കാം കേട്ടോ. എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് നമുക്കിത് 1 അവർ മാരിനേറ്റ് ചെയ്ത് വെക്കണം. എല്ലാ മസാലയും നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ് 1 മണിക്കൂറെങ്കിലും കുറഞ്ഞത് വെക്കണമെന്ന് പറയുന്നത്. അപ്പോൾ നമുക്കിത് വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ 1 മണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്കിനി ഇത് വറുത്തെടുക്കാം. 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. ഫ്രൈ ചെയ്യാനായിട്ട് ഞാനൊരു പാൻ വെച്ചിട്ട് കോക്കനട്ട് ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഏതെങ്കിലും വെജിറ്റബിൾ ഓയിൽ വേണോ യൂസ് ചെയ്യുക, ഇതൊക്കെ നിങ്ങളുടെ ഇഷ്ടമാണ് കേട്ടോ. ഞാൻ കോക്കനട്ട് ഓയിൽ തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് ഡീപ്പായിട്ട് ഫ്രൈ ചെയ്യണം, നല്ല മൊരിഞ്ഞ് കിട്ടണം, അത്രയും സമയം എടുക്കും. അപ്പോൾ നമുക്ക് ഒന്നിച്ച് തന്നെ ഇട്ട് കൊടുക്കാം. ഒരു 10 മിനിറ്റ് കൂടുതലെടുത്തു. നന്നായിട്ട് മൊരിഞ്ഞ് വരണം കേട്ടോ. ഇത് നന്നായിട്ട് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി വേറൊരു പാത്രത്തിലോട്ട് ഇതിനെ മാറ്റി വെച്ചിട്ട് അതേ പാനിൽ തന്നെ നമുക്ക് മറ്റു കാര്യങ്ങൾ ചെയ്യണം. അപ്പോൾ നമുക്കിതൊന്ന് നന്നായിട്ട് കോരിയെടുക്കാം. കോരി ഒരു പാത്രത്തിലോട്ട് മാറ്റാം. ഞാൻ ഈ പാന് തന്നെയാണ് അടുത്ത കാര്യത്തിന് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ വേറെ പാൻ യൂസ് ചെയ്യാം കേട്ടോ. ഞാൻ ഇതേ പാനിൽ തന്നെ അടുത്ത് നല്ലെണ്ണയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇതാവുമ്പോൾ കേടാകാതെ ഇരിക്കും. അപ്പോൾ ഇതെന്തായാലും മസ്റ്റായിട്ട് നല്ലെണ്ണ തന്നെ ഇതിൽ ചെയ്യുക. ഇനി നമുക്ക് കുറച്ച് ഇഞ്ചി, ഒരു വലിയ 2 കഷ്ണം ഇഞ്ചിയാണ് ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്, നൈസായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. അതുപോലെ വലിയൊരു കുടം വെളുത്തുള്ളി ഞാൻ തീരെ കുഞ്ഞായിട്ടല്ല, ഇത്തിരി കട്ടിയായിട്ട് തന്നെയാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ടിത് നന്നായിട്ട് ഹൈ ഫ്ലെയിമിൽ നമുക്ക് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. അത് നല്ല ഫ്രൈ ആയിട്ട് വരണം കേട്ടോ. ഇനി നമുക്ക് ഇത് ഏകദേശം ഫ്രൈ ആയി വരുമ്പോഴേക്കും നമുക്ക് വേറെ 2 ഇൻഗ്രീഡിയൻസ് കൂടെ ഇതിൽ ആഡ് ചെയ്യേണ്ടതുണ്ട്. അതായത് കറിവേപ്പില കുഞ്ഞായിട്ട് കട്ട് ചെയ്തതും, ഒരു 4-5 പച്ചമുളക് തിന്നായിട്ട് അരിഞ്ഞതും, അതും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കേണ്ട, ഇനി ഒന്ന് കുറച്ച് വെച്ചേക്കാം. ഇനി നമുക്ക് ഇതിൽ പൊടികൾ ചേർത്ത് കൊടുക്കണം. വീണ്ടും ഞാൻ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് ഞാൻ ഒന്നിച്ച് അതിലോട്ട് ഇടാതെ ആവശ്യത്തിന് ഉപ്പും 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മുളക് പൊടിയാണ് ഞാൻ ചേർത്തത് കേട്ടോ. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും അതുപോലെ തന്നെ 1/2 ടീസ്പൂൺ കായപ്പൊടി വേണമെങ്കിൽ കുറച്ച് കൂടുതൽ ചേർക്കാം. പിന്നെ 1/2 ടീസ്പൂൺ ഉലുവ പൊടിച്ചത്. ഇത്രയും കൂടെ ഞാൻ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇനി 2 ടീസ്പൂൺ വിനേഗർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നു. വിനേഗറിലാണ് ഞാനിത് കുഴച്ചെടുക്കുന്നത് കേട്ടോ. അപ്പോൾ അത് കരിഞ്ഞു പോകത്തില്ല. അപ്പോൾ ഇങ്ങനെ ചെയ്താൽ മതി. അല്ലെങ്കിൽ ഒരു 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ട് മിക്സ് ചെയ്താലും മതി. എന്നിട്ട് നമുക്ക് ലോ ഫ്ലെയിമിലിട്ടിട്ട്, അതെല്ലാം കരിഞ്ഞു പോകുന്ന നിങ്ങൾക്ക് ഉറപ്പാണെങ്കിൽ ഒന്ന് ഓഫ് ചെയ്തിട്ടിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ലോ ഫ്ലെയിമിലിട്ട് ഇതൊന്ന് മൂപ്പിച്ചെടുത്തതിന് ശേഷം നമുക്ക് ഇനി ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യാം. ഞാൻ 1 നെല്ലിക്ക വലിപ്പത്തിന് വാളൻപുളി ചെറു ചൂടുവെള്ളത്തിൽ നേരത്തെ കുതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ വെള്ളമാണ് ഒഴിച്ചു കൊടുത്തത്. അപ്പോൾ ഈ ചൂടുവെള്ളം തന്നെ യൂസ് ചെയ്യാൻ ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് വാളൻപുളി ഇഷ്ടമില്ലെങ്കിൽ നിങ്ങൾക്ക് മറ്റേ പുളി വേണമെങ്കിൽ യൂസ് ചെയ്യാം കേട്ടോ. പിന്നെ ഞാൻ വീണ്ടും നമ്മുടെ വിനീഗർ 3 ടീസ്പൂൺ കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ വിനീഗറിൻ്റെ അളവ് നിങ്ങൾക്ക് കൂട്ടാം. എനിക്കതിൻ്റെ ഫ്ലേവർ അത്രമാത്രം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ അത്രയും കൂടുതൽ യൂസ് ചെയ്തില്ല. ഉപ്പ് കുറവെന്ന് തോന്നിയതുകൊണ്ട് കുറച്ച് ഉപ്പ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തു. ഇനി അത് തിളച്ച് വരുമ്പോഴേക്കും നമ്മുടെ ചെമ്മീൻ ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഒരു 5 മിനിറ്റ് നന്നായിട്ട് നമുക്ക് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ച് അല്ലെങ്കിൽ ചെറിയ തീയിൽ വെച്ചിട്ടൊന്ന് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ ചെമ്മീൻ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റി ആയിട്ട് വന്നിട്ടുണ്ട്. നല്ലൊരു ഫ്ലേവറൊക്കെ വരുന്നുണ്ട്. ഇത് നന്നായിട്ട് തണുത്തതിന് ശേഷം വേണം നമുക്കിനി ബോട്ടിലോട്ടൊക്കെ മാറ്റാം കേട്ടോ.
അപ്പോൾ നമ്മുടെ ടേസ്റ്റി ചെമ്മീൻ അച്ചാർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് തീർക്കാവുന്നെങ്കിൽ പെട്ടെന്ന് കൊതിയുള്ളവരുടെ വീട്ടിൽ ഇത് ഒരാഴ്ച ഉണ്ടാക്കി തീരും. അല്ലാതെ നമുക്കൊരു മാസം വേണമെങ്കിലും വെച്ചേക്കാം. പക്ഷേ നനഞ്ഞ സ്പൂണൊന്നും നിങ്ങൾ ഇതിൽ ഇട്ടേക്കരുത് കേട്ടോ. നനഞ്ഞ സ്പൂൺ ഇട്ടാൽ അത് ഏത് അച്ചാറായാലും കേടാവും. നിങ്ങൾക്ക് ഫ്രിഡ്ജിൽ വേണോ സൂക്ഷിക്കാം. അല്ലാതെ നിങ്ങൾ വെളിയിൽ വെച്ചാലും ഒരു 1 മന്തൊക്കെ കൃത്യമായിട്ട് ഇരിക്കും. നമുക്ക് കുട്ടികൾക്ക് ഹോസ്റ്റലിലൊക്കെ കൊടുത്തേക്കാനും ഒക്കെ ഇത് ബെസ്റ്റാണ് കേട്ടോ. ടേസ്റ്റിൻ്റെ കാര്യത്തിൽ നമ്പർ 1 ആണ്, നോ ഡൗട്ട്, ഞാൻ ഗ്യാരണ്ടി. അപ്പോൾ നിങ്ങൾ ഒത്തിരി ചെമ്മീൻ ഒന്നിച്ച് കിട്ടുമ്പോൾ ഇതെന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ്സ് കൂടെ ഇടാൻ മറന്നു പോകരുത്. അപ്പോൾ ഈ ചെമ്മീൻ അച്ചാർ എന്ന് പറയുമ്പോൾ നമുക്ക് ചോറിൻ്റെ കൂടെ മാത്രമല്ല കേട്ടോ, ബ്രേക്ക്ഫാസ്റ്റിന് പുട്ടാണെങ്കിൽ പോലും കഴിക്കാം. അത്ര നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ ഇതുപോലുള്ള ടേസ്റ്റി എപ്പിസോഡിനായിട്ട് ദേവ്സ് കുക്കിംഗ് വേൾഡ് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടെ പ്രസ് ചെയ്യുക. നല്ലൊരു എപ്പിസോഡുമായി കാണും വരേക്കും സ്റ്റേ സേഫ് ആൻഡ് ഗുഡ് ബൈ.